നേരെ സന്ധ്യയായി. ശോഭ ഇതുവരെ കോളേജിൽ നിന്ന് വന്നില്ല. ഈ മഴയും കാറ്റത്തും അവൾ എന്ത് ചെയ്യും? എന്ത് ചെയ്യാൻ? മഴയത്ത് കാറ്റത്തും ബാക്കിയുള്ളവരെല്ലാം എന്ത് ചെയ്യും? അതവളും ചെയ്യും. അതെങ്ങനെയാ? നിങ്ങളുടെ മനസ്സ് വേറെ എങ്ങാണ്ട. എങ്കിലും ആ കമലമ്മയ്ക്ക് ഇത് വരണ്ടായിരുന്നു. ഓഹോ, അപ്പൊ അഡ്വക്കേറ്റ് കമലമ്മയുമായി ഏതോ കാര്യങ്ങൾ നടന്നിരിക്കും. പല കാര്യങ്ങളും നടന്നു. ഒരു ബലാത്സംഗം. നിങ്ങളോ? കമലമ്മ ബലാത്സംഗം ചെയ്തോ? ഓ എടി ഭാര്യയെ, ഒരു ബലാത്സംഗ കേസ്. ഞാൻ പ്രതിഭാഗം, കമലമ്മ വാദിഭാഗം. എന്നിട്ട് കമലമ്മ തോറ്റു. കേസ് വിധി പറഞ്ഞ ശേഷം കമലമ്മ എന്നെ ഒരു നോട്ട മീനാക്ഷി. പ്രേമാഭിഷേക സിനിമയിലെ ശ്രീദേവി കമൽഹാസനെ നോക്കുന്നു. എന്റെ സപ്തനാടികളും തളർന്നു. അയ്യോ, ഇടിയും മഴ. ശോഭ ഇതുവരെ എത്തിയില്ലല്ലോ. നീ പേടിക്കാതെ, രഘു കൂടെയില്ലേ? അവൻ ഒറ്റയ്ക്ക് വിട്ടിട്ട് വരുമോ? പിന്നെ വിവാഹപ്രായമായ പെണ്ണ, അവനെ നിർത്തേണ്ട നിലയ്ക്ക് നിർത്തണം. മീനാക്ഷി, അവർ കുഞ്ഞുനാളിലെ ഒരുമിച്ച് കളിച്ചു വളർന്നവരല്ലേ? ആ സ്നേഹം മറക്കാനൊക്കോ? കൊള്ളാം. തന്തയും തള്ളയില്ലാത്ത ഒരു അനാഥ ചെറുക്കൻ എന്റെ മകളെ സ്നേഹിക്കൂ? ഞാനാണ് അവന്റെ തന്തയും തള്ളയും. ഞാനാ ശോഭയുടെ തള്ള. എന്റെ മോളെ അന്തസ്സുള്ള ഒരു പണക്കാരന് മാത്രമേ ഞാൻ കല്യാണം കഴിച്ചു കൊടുക്കൂ. മനുഷ്യ, നീ എത്ര ജന്മങ്ങൾ കഴിഞ്ഞാൽ പട്ടിയുടെ നിലവാരത്തിലേക്കെങ്കിലും ഉയരും. ആരാ പട്ടി? ഒന്നുമില്ല, ഒരു മഹാൻ മനുഷ്യരെ പറ്റി പറഞ്ഞ ആപ്തവാക്യം ഓർത്തുപോയി, അത്രയേ ഉള്ളൂ. അയ്യോ, എന്താ മോളെ മഴ നനഞ്ഞു വന്നത്? എന്താ മോളെ, നീ എവിടെ പോയിരുന്നു? എന്താ ഇത്ര താമസിച്ചത്? ഞാൻ വരുന്ന വഴിക്ക് ഒരു കുട്ടി. നീ പോയി തല തോർത്തി ഈ വേഷമൊക്കെ മാറ്റി വേഗം പോ. ഇതാ ഡാഡി ലാസ്റ്റ് പെഗ്. നീ ലാസ്റ്റ് പെഗ് എന്ന് പറയുമ്പോ കുടിച്ചതിന്റെ സുഖം കൂടി അങ്ങ് പോകുന്നു. പിന്നെ ഇതങ്ങ് നിർത്തിയേക്കണം. മനുഷ്യനായാലും എന്തെങ്കിലും ഒരു ചീത്ത സ്വഭാവം വേണ്ടേ? രാഷ്ട്രീയം, മദ്യപാനം, ചൂതുകളി. എന്നാൽ എനിക്ക് രാഷ്ട്രീയത്തിൽ ചേർന്ന് കൂടായിരുന്നു. ഇപ്പൊ ഒരു മന്ത്രി ആയേനെ. പിന്നെ അമ്മ നാട്ടുകാരെ വിടുമോ? എല്ലാത്തിനും റേറ്റ് ഫിക്സ് ചെയ്യില്ലേ? ഒരു വർഷത്തിനകം 1 കോടി സമ്പാദിക്കും. ഇപ്പൊ പിന്നെ മാവേലി നാടുവാണിയുടെ കാലമല്ലേ? ദേ, പണ്ട് ഒരു കേസും ഇല്ലാതെ നിന്റെ അച്ഛന്റെ കൂടെ നടന്നിരുന്ന ഒരു തോമസ് ഇല്ലേ, ഒരു പാർട്ടി ഉണ്ടാക്കി. ഇന്ന് ലക്ഷം പ്രഭുവാ. ഈ അന്യായം കണ്ട് സഹികെട്ടല്ലേ എന്നെ പോലുള്ളവർ കുടിച്ചു പോകുന്നത്. ഈ വ്യവസ്ഥിതി മാറാൻ വേണ്ടിയെങ്കിലും ഒരു പെഗ് കൂടി അടിക്കും. വേണ്ട വേണ്ട, ഈ വേലത്തിലൊന്നും എന്നോട് വേണ്ട. കൈ നല്ല ചൂടായിരിക്കുന്നല്ലോ. അത് നല്ല തീ പോലെ കൊള്ളുന്നു. ഡോക്ടറെ കാണിക്കാം. സാരമില്ലമ്മേ, മഴ നനഞ്ഞതുകൊണ്ടാകും. ഉറങ്ങി എഴുന്നേൽക്കുമ്പോ എല്ലാം ശരിയാകും. അങ്കിൾ, ആന്റി, എന്തായാലും ടെമ്പറേച്ചർ വളരെ കൂടുതലാണ്. ഞാൻ പോയി ഡോക്ടറെ വിളിച്ചോണ്ടിരാം. ഈ അർദ്ധരാത്രി ഏത് ഡോക്ടർ വരാൻ? ഇല്ല അങ്കിൾ, ടെമ്പറേച്ചർ കൂടിയാൽ ആപത്താണ്. ഞാൻ ഇപ്പൊ ഡോക്ടറെ വിളിച്ചോണ്ടിരാം. കണ്ടോ മീനാക്ഷി, ഇതാണ് തന്തയും തള്ളയും ഇല്ലാത്ത അനാഥ ചെറുക്കന്റെ സ്നേഹം. ഉണ്ട ചോറിന് നന്ദി കാണിക്കുന്നു. നമ്മൾ അച്ഛനും അമ്മയിരുന്ന് കൂർക്കം വിളിച്ചുറങ്ങിയപ്പോ അവൻ ഉണർന്നിരുന്ന് മോളെ നോക്കുകയായിരുന്നു. അമ്മേ, രഘുവിന് ആക്സിഡന്റ് പറ്റിയോ? അതെ മോളെ, ഇപ്പൊ ആശുപത്രിയില്ല. നീ എവിടെ പോകുന്നു? എനിക്ക് രഘുവിനെ കാണണം. ഭ്രാന്ത് പറയുന്നു. എഴുന്നേറ്റ് നടക്കാൻ വയ്യാത്ത നീയാണ് രഘുവിനെ കാണാൻ പോകുന്നത്. ഇവിടെ കിടക്ക്. എനിക്ക് രഘുവിനെ ഇപ്പൊ കാണണം. ശോഭേ, ശോഭേ, ഡാഡി എന്നെ രഘുവിന്റെ അടുത്ത് കൊണ്ടുപോകൂ. ഒന്നും പേടിക്കാനില്ല, ഡോക്ടർ ഇപ്പൊ ഫോൺ ചെയ്തിരുന്നു. എനിക്ക് എന്റെ രഘുവിനെ കാണണം. ഞാൻ പോയി നോക്കാം. മോള് പോയി കിടന്ന് ഉറങ്ങിക്കോ. എനിക്ക് രഘുവിനെ കാണണം.
രഘു, രഘു, ശോഭയ്ക്ക് സുഖമായോ? ഞാൻ ആരും അറിയാതെ രഘുവിനെ കാണാൻ വന്നതാണ്. രഘുവിന് എങ്ങനെ ഇരിക്കുന്നു? ശോഭേ, ഈ പനിയും വെച്ചുകൊണ്ട് ഇങ്ങനെ വരാമോ? അച്ഛനും അമ്മയും അറിഞ്ഞാൽ എന്ത് വിചാരിക്കും? ഞാൻ കാരണമല്ലേ രഘു ഇങ്ങനെ ആസ്പത്രി കിടക്കേണ്ടി വന്നത്. ശോഭേ, സുഖമില്ലാതിരുന്ന നീ ഇങ്ങനെ ഓടി വരേണ്ട വല്ല കാര്യമുണ്ടോ? നിനക്ക് എന്തെങ്കിലും സംഭവിച്ചോ? നിന്റെ അച്ഛനും അമ്മയ്ക്കോ നഷ്ടം? സാരമില്ല മീനാക്ഷി, നമ്മുടെ കുട്ടികളല്ലേ. മോളെ, രഘുവിന് വേഗം ഭേദമാകും. വാ, വീട്ടിലേക്ക് പോ. എണീക്ക്. രഘു, ഞാൻ പോയിട്ട് വൈകുന്നേരം വരാം. രഘു, എന്താ ശോഭേ? മുറിവ് കരിഞ്ഞോ? ഇപ്പൊ വേദന കുറവുണ്ടോ? ശോഭയുടെ കൈ തൊട്ട ഉടനെ എന്റെ വേദന പറന്നുപോയി. എനിക്ക് പനിയെന്ന് കേട്ട ഉടനെ സൈക്കിൾ എടുത്തോണ്ട് പോയി ആക്സിഡന്റ് ഉണ്ടാക്കിയല്ലോ. നാളെ എനിക്ക് വേറെന്തെങ്കിലും സംഭവിച്ചാലോ? എന്ത് സംഭവിക്കാൻ? ഏതെങ്കിലും ചുറ്റുപാടിൽ ഞാൻ രഘുവിനെ വിട്ടുപിരിയേണ്ടി വന്നാൽ? അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല. എന്നാൽ അമ്മയും അച്ഛനും എനിക്ക് വേറൊരു കല്യാണം തീരുമാനിക്കുന്നു. അപ്പോ സുഭദ്രയെ അർജുനൻ മോഷിച്ചുകൊണ്ട് പോയതുപോലെ ഞാൻ ശോഭയെ തട്ടിക്കൊണ്ടു പോകും. അത് പോട്ടെ, ഒരു പക്ഷേ ഞാൻ മരിച്ചുപോയല്ലോ. ശോഭേ, ആ നിമിഷം എന്റെ ജീവിതവും അവസാനിക്കും. ശോഭേ, ജീവിതത്തിൽ ഒരാഗ്രഹം മാത്രമേ എനിക്കുള്ളൂ. എന്താണ്? ഈ മടിയിൽ തലചാച്ചുകൊണ്ട്, ഈ ചിരിച്ച മുഖം കണ്ടുകൊണ്ട് എനിക്ക് ഈ ലോകത്തോട് യാത്ര പറയണം. രഘു, ഗുഡ് ലക്ക്. താങ്ക് യു സർ. രഘു, ഈ കോളേജിൽ നിന്ന് അമേരിക്കയിലേക്ക് ഉപരിപഠനത്തിനായി സെലക്ഷൻ കിട്ടിയ ആദ്യത്തെ സ്റ്റുഡന്റ് രഘുവാണ്. വി ആർ പ്രൗഡ് ഓഫ് യു. ഓൾ യുവർ ബ്ലെസ്സിംഗ് സർ. എന്തുകൊണ്ട് പോകുന്നില്ല? ഇങ്ങനൊരു ചാൻസ് വേറെ ആർക്കെങ്കിലും കിട്ടുമോ? സ്കോളർഷിപ്പ് ഉണ്ടെങ്കിലും അമേരിക്കയിൽ 3 വർഷം പഠിക്കാൻ വേറെയും ചിലവ് വരില്ലേ ശോഭേ? ഞാൻ അച്ഛനോട് പറയാം. വേണ്ട ശോഭേ. അപ്പോഴതല്ല സത്യം. 2-3 വർഷം എന്നെ കാണാതിരിക്കുന്ന വിഷമമാണ് അല്ലേ? എന്തുമാകട്ടെ, മനസ്സിന് ഇഷ്ടമല്ലാതെ എന്തിനു പോണം? പോകുന്നോ ഇല്ലയോ എന്നറിഞ്ഞാ മതി. ഈ സാഹചര്യത്തിൽ ഞാൻ പോകുന്നില്ല. പോകുന്നില്ലല്ലോ? ഇല്ല. രഘു, രഘു, ഇവിടെ വാ. നടക്ക്. രഘു, ഞാൻ നിനക്കാരാണ്? എന്റെ എല്ലാം, എന്റെ കാണപ്പെട്ട ദൈവം. എന്നോട് ചോദിക്കാതെ അമേരിക്കയിൽ പോകുന്നില്ല എന്ന് തീരുമാനിക്കാൻ നീ ആര്? നിവൃത്തിയില്ലാത്തവൻ അതൊക്കെ ആശിക്കാമെങ്കിൽ. ഡാഡി, ഇറ്റ്സ് എ ഗ്രേറ്റ് ഇൻസൾട്ട് ടു us. ഹൂ ഈസ് നിവൃത്തിയില്ലാത്തവൻ? ഹൂ ഈസ് നിവൃത്തിയില്ലാത്തവൻ? ഡാഡി, നമുക്ക് ഇപ്പൊ അതിനൊരു തീരുമാനം എടുക്കണം. ഡാഡി ജഡ്ജ്, അങ്ങോട്ട് ഇരിക്കൂ. യെസ്, ഐ ആം ജഡ്ജ്. അങ്ങനെ വിട്ടാ കൊള്ളില്ലല്ലോ. അത് കൊള്ളാം. നിവൃത്തിയില്ലാത്ത ഈ പയ്യൻ പ്രതി. പ്രതിയുടെ പേരിലുള്ള കുറ്റം? ഒരു മഹാഭാഗ്യം വന്നിട്ടും പ്രതി അത് വലിച്ചെറിഞ്ഞ് തന്നെയും സ്നേഹിക്കുന്നവരെയും സമൂഹത്തെയും വഞ്ചിക്കുന്നു. മിസ്റ്റർ രഘുനാഥ്, ദിസ് ഈസ് an unpardonable crime. ഈ കുറ്റം നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? അങ്കിൾ, പിന്നെ ഐ ഒബ്ജക്റ്റ് യുവർ ഓണർ. നോ അങ്കിൾ ബിസിനസ് ഹിയർ. ഓണറബിൾ കോർട്ട്. Objection sustained. No bloody uncle business here. I am the judge. Proceed. മിസ്റ്റർ രഘു, നിങ്ങളെ ജീവന തുല്യം സ്നേഹിക്കുന്നവരല്ലേ മിസ്റ്റർ വിശ്വനാഥ മേനോനും അദ്ദേഹത്തിന്റെ മകൾ ശോഭയും? അതെ. നിങ്ങൾക്കൊരാവശ്യം വന്നാൽ സഹായിക്കാൻ കടപ്പെട്ടവരല്ലേ അവർ? അതെ. അവർക്ക് ഇഷ്ടമില്ലാത്ത പ്രവൃത്തി ചെയ്യുന്നത് നന്ദികേടല്ലേ? അതെ. യുവർ ഓണർ, പ്ലീസ് നോട്ട് ദിസ് പോയിന്റ്. ചില നിസ്സാര കാരണങ്ങൾ കാണിച്ച് തന്നെ ജീവന തുല്യം സ്നേഹിക്കുന്നവർക്ക് അഭിമാനവും ആനന്ദവും ഉണ്ടാക്കുന്ന ഒരു ഉയർന്ന വിദ്യാഭ്യാസം നിരസിക്കുന്നത് അന്യായമാണ്, അക്രമമാണ്, അനീതിയാണ്. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. രണ്ടു കൂട്ടരുടെയും വാദം കേട്ട ശേഷം പ്രതി മനഃപൂർവ്വം കുറ്റം ചെയ്തതാണെന്ന്
തെളിഞ്ഞിരിക്കുന്നു. അതിനാൽ പ്രതിയെ അമേരിക്കയിലേക്ക് ശിക്ഷയായി 3 വർഷത്തേക്ക് നാട് കടത്തിയിരിക്കുന്നു. താങ്ക് യു റാണർ. The court adjourned. രഘു, എന്ത് ത്യാഗം സഹിച്ചാലും നീ പഠിച്ചു മിടുക്കനാണെന്നുള്ളത് എന്റെയും എന്റെ മകളുടെയും ആഗ്രഹമാണ്. അങ്കിൾ, ആ ഇപ്പോഴും കാക്കയൊന്നും പിടിക്കണ്ട. മരുമകനായി പെർമിറ്റ് കിട്ടിയതിന് ശേഷം മതി. ആം ഐ കറക്റ്റ് ഡാഡി? You are correct, my baby.